തെരഞ്ഞെടുപ്പ് രാജ്യവ്യാപകമാണെങ്കിലും കേരളത്തിലെ 20 മണ്ഡലങ്ങൾ എക്കാലവും നിർണായകം തന്നെയാണ്. 19-1 എന്ന സ്കോറിൽ ഒരു മാറ്റവുമില്ലാതെ നിൽക്കുന്ന കേരളം ഇനിയൊരു മാറ്റത്തിനെ കൊതിക്കുന്നുവോ? 19-1 എന്ന രണ്ടക്ക പട്ടികയിലേക്ക് ഒരു പട്ടിക കൂടി ചേരുമോ എന്നതാണ് ഇപ്പോൾ കേരളം ചോദിക്കുന്നത്. കേരളത്തിൽ ഇത്തവണയെങ്കിലും താമര വിരിയുമോ എന്ന് വളരെ ലളിതമായ ചോദ്യം. അതിന് ഉത്തരം നൽകേണ്ടതും കേരളം തന്നെയാണ്. ആകെ 20 മണ്ഡലങ്ങൾ. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 19 വലതുപക്ഷത്ത്. അങ്ങനെയാണ് തുടക്കത്തിൽ. ഇടതിൻ്റെ മാനം കാത്തത് ആലപ്പുഴയിൽ എം ആരിഫ് മാത്രം. ഇതിനിടെ കെ.എം. മാണിയുടെ കേരള കോൺഗ്രസ് ഇടതിലേക്ക് എത്തിയതോടെ തോമസ് ചാഴിക്കാടനും ഇടതിലെത്തി. അക്കൗണ്ടിലെ എണ്ണം 2ആയി. ഇത്തവണ കേരളത്തിൻ്റെ മനസ്സ് എങ്ങോട്ട് എന്നാണ് ചോദ്യം. കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇത്ര വാശിയേറിയ ത്രികോണ മത്സരം ഉണ്ടായിട്ടില്ല. മത്സരമെന്നും LDFും UDFും തമ്മിലായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണയും ഇത്തവണയുമൊക്കെ മോദിയുടെ കാറ്റ് തെക്കേ അറ്റത്തേക്ക് വീശിയടിച്ചു. ഇതോടെ ഇത്തവണ 3 മണ്ഡലങ്ങളിൽ കേരളത്തിൽ ത്രികോണ മത്സരത്തിൻ്റെ തുടക്കവും കണ്ടു. അതിപ്പോൾ വളരെ ശക്തമായ ത്രികോണ മത്സരമായി മുന്നിട്ട് നിൽക്കുന്നു. തൃശ്ശൂർ പൂരം കൂടി കലങ്ങിയതോടെ ത്രികോണത്തിന് തൃശ്ശൂർ മണ്ഡലത്തിൽ ആക്കം കൂടി. തൃശ്ശൂർ താനിങ് എടുക്കുകയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ തവണ ഇറങ്ങിയ സുരേഷ് ഗോപി ഇത്തവണയെങ്കിലും തൃശ്ശൂർ എടുക്കുമോ എന്ന ചോദ്യം രാഷ്ട്രീയ കേരളം മറന്നു തുടങ്ങിയോ എന്ന് സംശയം വന്നപ്പോഴാണ് തൃശ്ശൂർ പൂരം അതൊക്കെ വീണ്ടും ജനത്തെ ഓർമ്മിപ്പിച്ചത്. നരേന്ദ്രമോദി ഉണ്ടാക്കി കൊണ്ടുവന്ന ഇഫക്റ്റിൽ സുരേഷ് ഗോപി, ഇടതുപക്ഷത്തിന് CPIയുടെ VS സുനിൽകുമാർ, വലതിന് K മുരളീധരൻ. വടകരയുടെ സിറ്റിംഗ് MP എന്ന നിലയിൽ അവിടെ വലിയ സ്വാധീനമുണ്ടാക്കി രണ്ടാം വട്ടവും പോസ്റ്റർ അടിച്ച് കാത്തിരിക്കുമ്പോഴാണ് സഹോദരി പത്മജയുടെ താമരപ്രവേശവും അതോടെയുള്ള മുരളീധരൻ്റെ തൃശ്ശൂരിലേക്കുള്ള കളം മാറ്റലും. കേരളത്തിൽ എവിടെ പോയാലും ജനസമ്മതിയുള്ള നേതാവെന്ന നിലയിൽ പെട്ടെന്ന് തന്നെ തൃശ്ശൂരും കയ്യിലെടുക്കാൻ മുരളിക്കായി. തൊട്ടെതിരായി നാട്ടുകാരനായ സുനിൽകുമാർ ജനബന്ധം നിറഞ്ഞു നിൽക്കുന്നു. BJP ജയിക്കുമെന്ന് തോന്നിയാൽ ഇത്തവണ വോട്ട് മറിക്കാമെന്ന തന്ത്രമൊന്നും തൃശ്ശൂരിൽ വിലപ്പോകില്ല. കാരണം സുനിൽകുമാർ അവിടെ ശക്തനാണ്. K മുരളീധരനും ഒരേപോലെ ശക്തൻ. മത്സര രംഗത്ത് ഇരുവരും തീ പാർന്ന പ്രചരണമാണ് കാഴ്ചവെക്കുന്നത്. മുരളിയും സുനിലും ഒരേപോലെ മത്സരരംഗത്ത് നിൽക്കുമ്പോൾ ആരുടെ വോട്ട് മറിക്കുമെന്നതാണ് ഇപ്പോൾ തൃശ്ശൂരിലെ ചോദ്യം. അങ്ങനെ വരുമ്പോൾ സുരേഷ് ഗോപി ആരെയും ആശ്രയിക്കാതെ സ്വന്തം പാർട്ടി വോട്ടുകൾ കൂടുതൽ ഉറപ്പിക്കണം. തിരുവനന്തപുരത്ത് മത്സരം UDFും LDFും തമ്മിലാണെന്ന് ഇരു മുന്നണികളും ഇടയ്ക്കിടെ വിളിച്ചു പറയും. പക്ഷേ അവിടെ കളം നിറഞ്ഞിരിക്കുന്നത് ശശി തരൂരും പന്നിൻ രവീന്ദ്രനുമൊപ്പം രാജീവ് ചന്ദ്രശേഖറും. 3 സ്ഥാനാർത്ഥികളും ഒരുപോലെ. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരവും കനത്ത ഒരു തലസ്ഥാന ത്രികോണ മത്സരത്തിലാണ്. ചാനൽ ചർച്ചകളും ഒക്കെ പ്രചരണവും ഒക്കെ തരൂരിനെയും ചന്ദ്രശേഖരനെയും കേന്ദ്രീകരിച്ച് തന്നെയാണെങ്കിലും സാധാരണക്കാരുടെ ഇടയിലേക്ക് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിച്ചെല്ലാൻ അവകാശവും കഴിവും അധികാരവും ഒക്കെയുള്ള പന്നിൻ രവീന്ദ്രൻ എന്ന ജനകീയ നേതാവ്, അതാണ് ഇടതുപക്ഷത്തിൻ്റെ ശക്തി. കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, 4ാം വട്ടം തിരുവനന്തപുരത്തിൻ്റെ MP ആകാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ശശി തരൂർ, മൂവരും അതിശക്തന്മാർ തന്നെയാണ്. കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ രാജ്യത്തിനും തിരുവനന്തപുരത്തിനും താൻ നൽകിയ സംഭാവനയും വികസിത തിരുവനന്തപുരം ലക്ഷ്യമെന്ന മുദ്രാവാക്യവും രാജ്യത്തുടനീളം ആഞ്ഞു വീശുന്ന നരേന്ദ്രമോദി ഇഫക്റ്റുമൊക്കെ രാജീവ് ചന്ദ്രശേഖർ പ്രചരണ ആയുധമാക്കി കളനിറ ചാടുന്നു. വിശ്വപൗരനെന്ന സ്വന്തം ഇമേജിന് പുറത്തുള്ള തേരോട്ടമാണ് ശശി തരൂരിൻ്റേത്. നായർ, നാടാർ, ലത്തീൻ സഭാ വോട്ടുകളും മറ്റ് സമുദായ വോട്ടുകളും ഇത്തവണയും തനിക്ക് നിർണായകമാകുമെന്ന് തരൂർ കരുതുന്നു. ഇതേ വിശ്വാസം തന്നെയാണ് LDFനും NDAയ്ക്കും ഒക്കെയുള്ളത്. കഴിഞ്ഞ തവണ BJP 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് തിരുവനന്തപുരം. C. ദിവാകരനെതിരെ 57,586 വോട്ട് കുമ്മനം നേടി 2ാം സ്ഥാനത്തെത്തിയതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇത്തവണത്തെ പ്രധാന പ്രതീക്ഷ. പക്ഷേ ഇത്തവണ അതൊന്നും നടപ്പില്ല എന്ന് ഉറച്ചു പറയുന്നു പന്നിൻ രവീന്ദ്രൻ. മണ്ഡലം താൻ തന്നെ നിലനിർത്തുമെന്ന് ശശി തരൂരും. തൊട്ടടുത്ത ആറ്റിങ്ങലിൽ ഇടത് വലത് സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനൊപ്പം കേന്ദ്രമന്ത്രി V മുരളീധരനും ഒപ്പം നീങ്ങി. ഇതോടെ അവിടെയും കടുത്ത ത്രികോണ മത്സരം തന്നെ. കടുത്ത പ്രതീക്ഷയിലാണ് V മുരളീധരൻ്റെ ഈ A ക്ലാസ് മണ്ഡലം. കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് ഇടത് സ്ഥാനാർത്ഥിയെ അട്ടിമറിച്ച് നേടിയ മണ്ഡലത്തിൽ പിന്നീട് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടത് ഭരണം. ഇടത് സ്ഥാനാർത്ഥി CPMൻ്റെ ജനകീയ നേതാവും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുമായ V ജോയ്, നാട്ടുകാരൻ കൂടിയാണ്. ജോയ്ക്ക് മണ്ഡലത്തിലെ സ്വാധീനവും വലിയൊരു വിഭാഗം സമുദായ വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളുമെല്ലാം പ്രതീക്ഷിത പോലെ മറിഞ്ഞാൽ മണ്ഡലത്തിൽ മറ്റൊരു അട്ടിമറി നടക്കുമെന്നാണ് ഇടതിൻ്റെ പ്രതീക്ഷ. എന്നാൽ കഴിഞ്ഞ തവണത്തെ അട്ടിമറി തന്നെ ഇത്തവണയും ആവർത്തിക്കുമെന്നാണ് UDFൻ്റെ നിലപാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതീവ സുരക്ഷയിലാണ് ഈ ജില്ലകൾ. ശനിയാഴ്ച വരെ പൊതുയോഗങ്ങൾ പാടില്ല എന്നാണ് കളക്ടർമാരുടെ നിർദ്ദേശം. കേരളത്തിൽ ഇത്തവണ അക്രമ സംഭവങ്ങൾ, അട്ടിമറികൾ, ബൂത്ത് പിടുത്തം ഒക്കെ
നടക്കാൻ സാധ്യത വളരെ വിരളമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ. കേന്ദ്ര സേനയുണ്ട്, 60,000-ലധികം വരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്, പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയെല്ലാം വളരെ സമാധാനപരമായ രീതിയിൽ വോട്ടെടുപ്പ് നടക്കുമെന്നാണ് കണക്കുകൂട്ടലും. വോട്ട് നിങ്ങളുടേതാണ്. ആര് ജയിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് വോട്ടർമാരാണ്. സമ്മതിദാനാവകാശം വോട്ടർമാരുടെ അവകാശമാണ്, വോട്ടർമാരുടെ വിവേചന അധികാരം കൂടിയാണ്. അത് പാഴാക്കി കളയരുത് എന്നാണ് അഭ്യർത്ഥന. നിങ്ങൾ വോട്ട് ചെയ്യുന്നത് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും സുസ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടിയാകണം എന്നുകൂടി ഓർക്കണം. നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ജനപ്രതിനിധിയെ നിങ്ങൾ തിരഞ്ഞെടുത്തയക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിപരമായി ചിന്തിച്ച് വേണം നിങ്ങളുടെ ഊഴമെത്തുമ്പോൾ അവസരം വിനിയോഗിക്കാൻ. ഒരു സ്ഥാനാർത്ഥിയുടെ കയ്യിൽ പോലുമില്ലാത്ത സമ്മതിദാനാവകാശം എന്ന പരമാധികാരമാണ് നിങ്ങൾക്കുള്ളതെന്ന് വോട്ടർമാർ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് വോട്ട് പാഴാക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ച് പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി മണ്ഡലത്തിന് പുറത്തു നിർത്തിയവർ മണ്ഡലം വിട്ടുപോകണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ കളക്ടർമാർ നിർദ്ദേശം നൽകിയിരുന്നു. ബൂത്തുകൾ വോട്ടർമാർക്ക് മാത്രം എന്നതാണ് കമ്മീഷന്റെ നയം. വോട്ടെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ആരെയും തടയില്ല. കൂട്ടലും കിഴിക്കലും അവകാശവാദങ്ങളും ഞരക്കങ്ങളും കരച്ചിലുകളുമൊക്കെ പതിവിലും ഉച്ചത്തിൽ അതിനുശേഷം ഉയരുമെന്നാണ് കണക്കുകൂട്ടൽ.